നമുക്ക് ഏറ്റവും കൂടുതൽ സ്കിൻ ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു ടൈമാണ് സമ്മർ ടൈം എന്ന് പറയുന്നത്. പിഗ്മെൻറ്റേഷൻ, ഫ്രിക്കിൾസ്, ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് ഈ ഒരു ടൈമിലായിരിക്കും. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഇതൊരു ലൈറ്റ് ഷെയ്ഡായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. പിന്നീട് ഇത് വളരെ വിസിബിൾ ആവുകയും നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ ഈ വേനൽക്കാലത്ത് വളരെയധികം സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഈ ഒരു ടൈമിൽ നമ്മൾ നല്ല ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ സ്കിന്നിനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സമ്മർ ടൈമിൽ ഓരോ സ്കിൻ ടൈപ്പിൻ്റെയും സ്കിൻ കെയർ റുട്ടീൻ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചും ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും പിന്നെ സൺ ടാന് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഹോം റെമഡിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ വിശദമായിട്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ സമ്മർ ടൈമിൽ ഒരുപാട് സംശയങ്ങളാണ് നമുക്കുണ്ടാവുക. ഈ സമയത്ത് നമുക്ക് ഫേസ് വാഷ് എത്ര തവണ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിന്ന് ഒരുപാട് ഓയിലി ആവുമോ, പിമ്പിൾസ് വരുമോ, അതുപോലെ മോയ്സ്ചറൈസർ നിർബന്ധമാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ സ്കിൻ കെയറിൻ്റെ ഒരു ബേസിക് സ്റ്റെപ്പിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതെന്താണ്? ക്ലെൻസിങ്. പലരുടെയും ഒരു സംശയമാണ് വേനൽക്കാലത്ത് എത്ര പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യാം എന്നുള്ളത്. സമ്മർ ടൈമിൽ നമ്മുടെ ഫേസ് ഒരു 4-5 ടൈംസ് വാഷ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. കാരണം ഈ ഒരു സമയത്ത് നമ്മുടെ മുഖത്ത് ഒരുപാട് ഡസ്റ്റും അതുപോലെ തന്നെ ഓയിൽ സെക്രേഷനും ഒക്കെ ഒരുപാട് നടക്കുന്നത് കൊണ്ട് നമ്മുടെ മുഖം ഒരു 4-5 പ്രാവശ്യം കഴുകുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവുമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഈ 4-5 പ്രാവശ്യമൊക്കെ മുഖം കഴുകുമ്പോൾ ഇതിൽ ഒരു 3 പ്രാവശ്യം മാത്രമേ നിങ്ങൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കി തവണ നിങ്ങൾ മുഖം കഴുകുന്നത് സാധാരണ പ്ലെയിൻ വാട്ടർ മതിയാകും. കാരണം ഫേസ് വാഷ് യൂസ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ ഫേസ് വളരെയധികം ഡ്രൈ ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി അടുത്തത്, ഫേസ് വാഷ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്? അത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൻ ടൈപ്പ്. സപ്പോസ് നിങ്ങളുടെ സ്കിന്ന് വളരെ ഓയിലി ആണെങ്കിൽ ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് വന്ന ഫേസ് വാഷ് നിങ്ങളുടെ സ്കിന്നിനെ കൂടുതൽ ഓയിലി ആക്കാനുള്ള സാധ്യതയുണ്ട്. സോ സമ്മർ ടൈമിൽ ഓയിലി സ്കിന്നുള്ളവർ യൂസ് ചെയ്യേണ്ടത് ഫോമിംഗ് ഫേസ് വാഷ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ്. ഇനി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ജെന്റിൽ ഫോമിംഗ് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നുമല്ല, നിങ്ങളുടേത് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള വളരെ ജെന്റിലായിട്ടുള്ള മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യേണ്ട ഫേസ് വാഷ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ടോണറാണ്. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അതിൽ ക്ലെൻസിങ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓരോ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ക്ലെൻസർ ഫേസ് വാഷ് ഞാൻ പറഞ്ഞു. ഇനി അടുത്തതായിട്ടുള്ളത് ടോണറാണ്. ടോണർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടേത് ഓയിലി സ്കിൻ ടൈപ്പ് ആണെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മാറ്റിഫൈങ് ആയിട്ടുള്ള ടോണർ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് ചൂട് കാലാവസ്ഥയാണ്, വിയർക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാറ്റിഫൈയിങ് ആയിട്ടുള്ള ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണർ മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ടോണർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബാലൻസിങ് ആയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് നയാസിനിമേഡ്, അതുപോലെ ഗ്രീൻ ടീ, ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വളരെ മൈൽഡ് ആയിട്ടുള്ള ഈ റൈസ് വാട്ടർ ടോണർ, അങ്ങനെയൊക്കെയുള്ള ടോണറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിംഗ് ആണ്. മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചിട്ടുള്ള മോയ്സ്ചറൈസർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇപ്പോൾ ഹൈഡ്രേറ്റിംഗ് ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ചൂട് കാരണം ഉണ്ടാകുന്ന വരൾച്ച, അതുപോലെ തന്നെ ഡാമേജ്, ഇതൊക്കെ ഇല്ലാതാക്കാനായിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ലഭ്യമാണ്. ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തിക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ക്രീം കോംബോ മോയ്സ്ചറൈസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ വളരെ ജെന്റിലായിട്ടുള്ള സെറാമൈഡ് ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് സൺസ്ക്രീൻ ആണ്. ഈ സമ്മർ ടൈമിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ മടിക്കുന്ന ചില ആളുകളുമുണ്ട്. കാരണം ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഗ്രീസി ആകുന്നു, അല്ലെ അങ്ങനെ ആകുന്നത് കൊണ്ട് തന്നെ പിമ്പിൾസ് വരാനും അതുപോലെ തന്നെ ഒരുപാട് ഓയിലി ആകാനുള്ള സാധ്യതയില്ലേ, ഇത് ആവശ്യമാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു ഇന്ത്യൻ സ്കിന്നിന് ഒരു SPF 30 എങ്കിലുമുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. പക്ഷേ ജോലി വെയിലത്താണ് ചെയ്യുന്നതെങ്കിൽ 50+ SPF വരെ പോകുന്നത് നല്ലതാണ്. ഇനി വീട്ടിൽ തന്നെ ഇരിക്കുന്നവരാണെങ്കിലും ഓഫീസ് റൂമിൽ ഇരിക്കുന്നവരാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം വിൻഡോയിൽ നിന്ന് വരുന്ന വെയിലാകാം, അതേപോലെ തന്നെ ട്യൂബ് ലൈറ്റിൽ നിന്നുണ്ടാകുന്ന പ്രകാശമാകാം, മൊബൈൽ ഫോണിൽ നിന്നുണ്ടാകുന്ന പ്രകാശം, കമ്പ്യൂട്ടറിൽ നിന്നുണ്ടാകുന്ന പ്രകാശം, ഇതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. സോ നിങ്ങൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇനി അടുത്തത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് ഏതൊക്കെ ടൈപ്പിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല നിങ്ങളുടേത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല കോമ്പിനേഷൻ സ്കിൻ ആണെങ്കിൽ നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ മിനറൽ സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡൈഓക്സൈഡ് എന്നിവയടങ്ങിയ സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമ്മർ സ്കിൻ കെയറിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഈ സമ്മർ ടൈമിൽ നിങ്ങൾ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പിനും എങ്ങനെയാണ് ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇവയൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ബേസിക് സ്കിൻ കെയർ റുട്ടീനാണ്. സമ്മർ ടൈമിൽ നിങ്ങളിത് കൃത്യമായി ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇത് കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഈ ടൈമിൽ നിങ്ങളുടെ സ്കിന്നിനെ ബാധിക്കില്ല. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ ഈ ഒരു ടൈമിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോവുകയാണെങ്കിൽ പതിയെ പതിയെ പിഗ്മെൻറ്റേഷനും ഫ്രിക്കിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ വന്ന് നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്തതായിട്ട് ഈ സമ്മർ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷനാണ്. എക്സ്ഫോളിയേഷൻ അല്ലെങ്കിൽ സ്ക്രബിംഗ് ഇതൊക്കെ പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടെന്നാൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഡെഡ് ലെയർ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറാണ്. അത് മാത്രമല്ല അത് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുന്ന പുതിയ ലെയർ ഓഫ് സ്കിന്ന് കൂടുതൽ സെൻസിറ്റീവ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എക്സ്ഫോളിയേറ്റ് സിറംസ്, സ്ക്രബ്സ് ഇതൊക്കെ ആഴ്ചയിൽ ഒന്നാക്കി ഉപയോഗിക്കുന്നതാവും ഏറ്റവും നല്ലത്. മാത്രമല്ല ഇതൊക്കെ രാത്രിയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സ്കിൻ റിപ്പയർ ടൈം കിട്ടുകയും ചെയ്യും. അതുപോലെ മറ്റൊന്ന്, നിങ്ങൾ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ, ഈ ഒരു സമ്മർ ടൈമിൽ മേക്കപ്പ് പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. അതുപോലെ സ്റ്റിക്ക് ഫൗണ്ടേഷൻ, ക്രീമി ഫൗണ്ടേഷൻ ഇവയൊക്കെ ഒഴിവാക്കി ലൈറ്റ് ലിക്വിഡ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ പൗഡർ ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നതാവും നല്ലത്. അതുപോലെ നിങ്ങൾ മേക്കപ്പ് ഉപയോഗിച്ചാണ് നിങ്ങൾ പുറത്ത് പോയിട്ടുള്ളതെങ്കിൽ വീട്ടിൽ വന്നതിന് ശേഷം കൃത്യമായിട്ട് നിങ്ങളുടെ മേക്കപ്പ് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്. എന്താണെങ്കിലും നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖം കഴുകുക എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ക്ലെൻസിങ് ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മുഖം വൃത്തിയാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അത് മറന്നു പോകരുത്. പിന്നെ സമ്മർ ടൈമിൽ വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള മോരും വെള്ളം, കഞ്ഞിവെള്ളം, അതേപോലെ നാരങ്ങ വെള്ളം ഇതൊക്കെ കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. അതേപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നതും ഈ സമയത്ത് വളരെയധികം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിന്. ഇനി മറ്റൊന്ന് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഈ വേനൽക്കാലത്ത് പുറത്തേക്ക് പോയി നിങ്ങൾ നല്ല രീതിയിൽ വെയിലേറ്റു, നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ ടാൻ അടിച്ചു എന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഹോം റെമഡിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നല്ല കട്ട തൈര് എടുക്കുക. ആവശ്യത്തിനുള്ള ഒരു കപ്പിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഒരു കപ്പിൽ നല്ല കട്ട തൈര് എടുക്കുക. അതിലേക്ക് നമ്മുടെ പയറുണ്ടല്ലോ, ചെറുപയർ നന്നായി പൊടിക്കുക. നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ട് ഈ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുളിക്കാനായിട്ട് ഇത് നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ മുഖത്തും അപ്ലൈ ചെയ്യുക. ഈ തൈരിൽ ഈ പയറുപൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇത് നിങ്ങളുടെ ഒരു സ്ക്രബ് പോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ശരീരത്തും മുഖത്തും എല്ലാം തേച്ച് നിങ്ങൾക്ക് ഒന്ന് കുളിച്ചിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ ദിവസം പുറത്ത് പോയി നിങ്ങളുടെ ശരീരത്തും മുഖത്തും ഏറ്റിട്ടുണ്ടാവുന്ന ആ ടാന് ഒന്ന് നല്ല രീതിയിലൊന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്ത് നമുക്ക് തൈരിൽ മിക്സ് ചെയ്ത് നമുക്ക് ശരീരത്തും മുഖത്തുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. സമ്മർ ടൈമിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയുള്ള ക്ലെൻസറും അതേപോലെ തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതെല്ലാം ചൂസ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.